ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും എന്ന യേശുദാസ് പാടിയ ഗാനം വളരെ പ്രസിദ്ധമാണ്. ഗുരുവായൂരിൽ ചെന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങണമെന്ന യേശുദാസിൻ്റെ പ്രാർത്ഥനയും വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ആ ആഗ്രഹം പതിറ്റാണ്ടുകളായിട്ടും സഫലമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ വിഷയം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഗാനഗന്ധർവൻ KJ യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ശിവഗിരി മഠം മുന്നോട്ട് വന്നതോടെ ഗുരുവായൂരിൽ മറ്റൊരു ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് കളമൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി മഠത്തിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തുമെന്നാണ് മഠാധിപതി പറഞ്ഞത്. ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിനു മുന്നിൽ അടുത്ത മാസം നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യം ഇതായിരിക്കുമെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. മുമ്പ് പലരും ഈ ആവശ്യം ഉയർത്തിയിരുന്നുവെങ്കിലും അന്ന് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം ആഗ്രഹിക്കുന്നവരിലെ അവസാന സ്ഥാനക്കാരനായി ക്ഷേത്രത്തിൽ കയറാനാണ് തനിക്ക് ആഗ്രഹമെന്നാണ് ഗാനഗന്ധർവൻ വ്യക്തമാക്കിയത്. ഗുരുവായൂർ പ്രവേശനത്തിന് തനിക്ക് പ്രത്യേക പരിഗണന വേണ്ട എന്നും ക്ഷേത്രം ഭരണാധികാരികളാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നും തനിക്ക് മാത്രമായി പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂരപ്പനെ കാണുന്ന എല്ലാവർക്കും ക്ഷേത്ര ദർശനം അനുവദിക്കുന്ന കാലത്തെ താൻ പോകൂ എന്നുമാണ് യേശുദാസ് പറഞ്ഞത്. അവർക്കിടയിലെ അവസാനക്കാരനായിട്ടായിരിക്കും തൻ്റെ പ്രവേശനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുവായൂരിൽ കയറാതെ മറ്റൊരു കൃഷ്ണക്ഷേത്രത്തിലും കയറില്ലെന്ന പ്രതിജ്ഞ പാലിക്കുന്നുമുണ്ട്. ഒരിക്കൽ യാത്രാമധ്യേ സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കയറിയപ്പോൾ തൻ്റെ മനസ്സറിഞ്ഞ് ശ്രീരാമ വേഷത്തിലാണ് ശ്രീകൃഷ്ണൻ അണിഞ്ഞൊരുങ്ങിയിരുന്നത് എന്ന് യേശുദാസ് ഓർമ്മിച്ചു. നേരത്തെ ക്ഷേത്രപ്രവേശന വിളംബരം പോലെ ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാനുള്ള അനുവാദവും സർക്കാർ നൽകണമെന്ന് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടിരുന്നു. ഉടുപ്പിട്ട് ക്ഷേത്രത്തിൽ കയറാമെന്ന തീരുമാനം സർക്കാർ ധൈര്യപൂർവ്വം നടപ്പാക്കണം. അത് ഏതെങ്കിലും തന്ത്രിമാരുടെ അവകാശമാണെന്നു കരുതി വിട്ടുകൊടുക്കരുത്. ഗുരുദേവൻ എങ്ങനെയാണോ മാമൂലുകളെ തകർത്തത്, ആ ധീരമായ പാത സർക്കാരും പിന്തുടരണം. ശാസ്ത്രം വികസിച്ച ഈ കാലത്ത് അപരിഷ്കൃതമായ ദുരാചാരങ്ങളെ നീക്കാൻ സുധീരമായ തീരുമാനം എടുക്കണം. ഉടുപ്പ് ധരിക്കണമെന്ന തീരുമാനം മാറ്റാൻ തന്ത്രിയുടെ അനുമതി ഇല്ലെന്ന് പറയുന്നവർ ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പാക്കിയത് തന്ത്രിമാരുടെ അനുവാദം ചോദിച്ചിട്ടല്ലെന്ന കാര്യം ഓർക്കണം. ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറാം എന്ന് പറഞ്ഞതിനെ രുചിക്കാത്തവരുമുണ്ട്. സ്വാമിക്ക് എന്ത് അധികാരം എന്ന് ചോദിച്ച നേതാക്കളുമുണ്ട്. അത് അവരുടെ സംസ്കാരം എന്നേ പറയാനുള്ളൂ. കരിയും കരിമരുന്നും വേണ്ടെന്ന് ഗുരുദേവൻ പണ്ട് പറഞ്ഞത് ഇന്ന് കോടതികൾ പറയുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. എന്തായാലും ശിവഗിരി മഠം പ്രക്ഷോഭപാതയിലാണ്. പ്രക്ഷോഭ പരിസമാപ്തിയിൽ യേശുദാസിന്റെ ഗുരുവായൂരപ്പ ദർശനം സഫലമാകുമോ എന്ന് കാത്തിരുന്നു കാണാം.